2008 നവംബർ 14 ത്രിവർണ്ണ ശോഭയോടെ ചന്ദ്രിക. അഭിമാനം ആകാശത്തിന്റെ അതിരുകളും കടന്ന അസുലഭ നിമിഷം. ദേശീയ പതാകയും പേറി മൂൺ ഇംപാക്ട് പ്രോബ് ചാന്ദ്രയാനിൽ നിന്ന് വേർപെട്ട് ചന്ദ്രന്റെ വിരിമാറി. ചന്ദ്രന്റെ തൊട്ടടുത്ത് നിന്ന് ആയിരക്കണക്കിന് വർണ്ണ ചിത്രങ്ങൾ. ചാന്ദ്രയാനിലെ വിവിധ ഗവേഷണ ഉപകരണങ്ങളിൽ നിന്ന് വിലപ്പെട്ട വിവരങ്ങൾ. ഒടുവിൽ മനുഷ്യരാശി കാതോർത്തിരുന്ന ആ പ്രഖ്യാപനവും. ചന്ദ്രനിൽ ജലകണങ്ങൾ. ചന്ദ്രനെ തൊട്ടറിഞ്ഞ വമ്പന്മാരുടെ നിലയിൽ തല ഉയർത്തി ഇന്ത്യയിൽ. ആ തലയെടുപ്പിന് ഒരു മലയാളി ഛായ. ചന്ദ്രനിലും ഒരു മലയാളി ഉണ്ടാവുമെന്ന തമാശയ്ക്കും അവഗണിച്ച് തള്ളാനാവാത്ത അർത്ഥതലങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ഗരിമ. ജി മാധവൻ നായർ. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ അമരക്കാരനായി ചാന്ദ്രയാൻ 1 യാഥാർത്ഥ്യമാക്കിയ അതുല്യ പ്രതിഭ. 10 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ച് ബഹിരാകാശത്ത് ദശാവതാരമായ PSLV C-9 കരുത്ത്. ബഹിരാകാശത്തു നിന്നും ഇന്ത്യ ആദ്യമായി തിരിച്ചിറക്കിയ SRE-1 വിജയശില്പി. PSLV, GSLV, ഇൻസാറ്റ്, ഹാംസാറ്റ്, എഡ്യൂസാറ്റ്, റിസോസാറ്റ്, 69 ഉപഗ്രഹങ്ങൾ, 26 വിക്ഷേപണങ്ങൾ. ജി മാധവൻ നായർ എന്ന ശാസ്ത്രപ്രതിഭയുടെ സുവർണ നേട്ടങ്ങളുടെ പട്ടിക നീളുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയുടെ ഗ്രാമവിശുദ്ധിയിൽ നിന്ന് പ്രപഞ്ച രഹസ്യങ്ങളുടെ അത്ഭുത കാഴ്ചകളിലേക്ക് ജി മാധവൻ നായർ കുതിച്ചുയരുകയായിരുന്നു. 1943 ഒക്ടോബർ 31 ജനനം. മാതാപിതാക്കൾ ഗോപാലൻ നായരും സരോജിനി അമ്മയും. തിരുവനന്തപുരം ശാസ്തമംഗലം രാജാ കേശവദാസ NSS ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം. ഗവൺമെന്റ് ആർട്സ് കോളേജിൽ തുടർ പഠനം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1966 ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദം. മുംബൈ ബാർക്ക് ട്രെയിനിംഗ് സ്കൂളിൽ 1 വർഷത്തെ പരിശീലനം. 1977 തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ചരിത്രത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ സിസ്റ്റം ഇന്റഗ്രേഷൻ എഞ്ചിനീയർ. ഡോക്ടർ APJ അബ്ദുൽ കലാം. അനുഭവങ്ങളുടെ അക്ഷയഖനി രൂപപ്പെട്ടത് അങ്ങനെയാണെന്ന് മാധവൻ നായർ തന്നെ പറയും. റോക്കറ്റ് സംവിധാനങ്ങളിൽ മാധവൻ നായരുടെ വൈദഗ്ധ്യം വെളിപ്പെടാൻ പിന്നെ വൈകിയില്ല. വൈദേശിക സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിനേക്കാൾ മാധവൻ നായർക്ക് പ്രിയം സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3 യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാധവൻ നായരെ പിന്നീട് കാത്തിരുന്നത് PSLVയുടെ പ്രോജക്ട് ഡയറക്ടർ പദവിയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടർ സ്ഥാനത്തേക്ക്. ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്നതിന് നിർണായക നേതൃത്വം. 1999 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ. 2000 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന GSLV പ്രധാന ദൗത്യം. വിക്ഷേപണത്തിൽ തന്നെ GSLVക്ക് വിജയക്കുതിപ്പ്. ചെലവ് കുറഞ്ഞ വിക്ഷേപണ മികവ് ഇന്ത്യക്ക് സമ്മാനിച്ചതിന്റെ ക്രെഡിറ്റ് മാധവൻ നായർക്ക്. നേട്ടങ്ങളുടെ തിളക്കത്തിൽ 2003 ISROയുടെ തലപ്പത്തേക്ക്. ബഹിരാകാശ കമ്മീഷൻ ചെയർമാനായി ഭാവി പദ്ധതികളുടെ ഭാവനാപൂർണമായ ആസൂത്രണം. സ്പേസ് സെക്രട്ടറിയായി ഭരണനിർവഹണ രംഗത്തും മികവുറ്റ സാന്നിധ്യം. പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള അഭിമാനാർഹമായ യാത്രയുടെ ആദ്യ ചുവടുവെപ്പായി ചാന്ദ്രയാൻ 1. ബഹിരാകാശ കുതിപ്പുകൾ ശാസ്ത്രജ്ഞരുടെ തൃഷ്ണയെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? ശാസ്ത്ര നേട്ടങ്ങൾ സാധാരണക്കാർക്കും അനുഭവവേദ്യമാവണം. ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സപ്പോർട്ട് സിസ്റ്റംസ്, ഉപഗ്രഹ സഹായത്തോടെയുള്ള കൃഷിരീതികൾ. ഓരോ റോക്കറ്റും കുതിച്ചുയരുന്നത് സ്വന്തം ജീവിത നിലവാരത്തിന്റെ ഗ്രാഫ് ഉയർത്താനാണെന്ന് ഓരോ ഭാരതീയനും വിശ്വസിക്കണമെന്ന് മാധവൻ നായർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ സമർപ്പണമാണ് മാധവൻ നായർക്ക് ജനമനസ്സുകളിൽ ഇടം നൽകിയതും. 1998 പത്മഭൂഷൺ, 2009 പത്മവിഭൂഷൺ. ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ സ്വർണ്ണ മെഡൽ. വിക്രം സാരാഭായ് സ്മാരക സ്വർണ്ണ മെഡൽ. നാഷണൽ എയറോനോട്ടിക്കൽ അവാർഡ്. പിന്നെ നാട്ടിലും മറുനാട്ടിലുമായി എണ്ണമറ്റ പുരസ്കാരങ്ങൾ. ഏറ്റവും ഒടുവിൽ ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരുടെ മലയാളി 2009 പുരസ്കാരവും. 2009 മാധവൻ നായർ ISROയുടെ സാരഥ്യമൊഴിഞ്ഞത് വിശ്രമ ജീവിതത്തിലേക്കല്ല. തിരുവനന്തപുരത്ത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ മാധവൻ നായരുടെ മികവുറ്റ നേതൃത്വം ഒരിക്കൽ കൂടി രാജ്യം കണ്ടറിഞ്ഞു. ISROയിൽ ഡോക്ടർ വിക്രം സാരാഭായ് ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസർ, ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് എയറോനോട്ടിക്സ് പ്രസിഡന്റ്.
മാധവൻ നായരിൽ നിന്ന് നാം കേട്ടത് മധുരം, ഇനി കേൾക്കാനുള്ളത് മധുരതരം.